Oh guys, welcome back to our channel. ഞാൻ കുറച്ച് ദിവസമായി വീഡിയോ ഇട്ടിട്ട് എനിക്ക് ഫീവറായത് അതുകൊണ്ടാണ് എനിക്ക് ഇതിടാൻ പറ്റായത്. ആൻഡ് യെസ് ഗൈസ്, ഞാൻ കുറച്ച് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ സ്ക്വാഡിന്. സോറി ഗൈസ്, നമുക്ക് ഞാൻ പുതിയ ഗോൾ കീപ്പറിനെ കിട്ടിയിട്ടുണ്ട്. ലുക്ക് ഗൈസ്, ഇത് അൺഷേഡബിളാണ്. ഞാൻ പാക്ക് ചെയ്ത ഗൈസ്. പിന്നെ എനിക്ക് എന്തെങ്കിലും ഒബ്ലാക്കുന്ന എഴുതി. എൻ്റെ കയ്യിൽ കുറച്ച് മാഷനുണ്ടായത്, ഞാൻ അത് പൊട്ടിച്ചതിനതിൽ എനിക്കിഷ്ടമാട്ടെ ഈ ഗോൾ കീപ്പർ. നല്ല സെറ്റ് ഗോൾ കീപ്പറാണ്. എനിക്ക് കുറച്ചും കൂടെ ട്രെയിൻ ചെയ്യാനുണ്ട്. ബട്ട് എൻ്റെ ഫോർഡേഴ്സ് കണ്ടാ നിങ്ങൾ നെട്ടും ഗൈസ്, നെട്ട്. ആകെ 2 ആളേ ഉള്ളൂ റിസർവ്സിൽ ഗൈസ്. വെരി ഡ്രൈ ഗൈസ്, വെരി ഡ്രൈ. ആൻഡ് എനിക്ക് ഇനി മാറ്റാനുള്ള ഏറ്റവും കൂടുതൽ സെൻറ്റർ മിഡ്. എനിക്ക് ഹെറേനെ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. ഗെയിം പ്ലേ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബട്ട് നമുക്കെന്തായാലും മാറ്റിയേ തീരും അത്. ആൻഡ് പിന്നെ കിങ്ങിനെ ഒന്ന് മാറ്റണം. കിങ് 1 or 2 അല്ലേ ഗൈസ്, മാറ്റണം. പിന്നെ വിനീഷ്യസിനെ മാറ്റണം ഗൈസ്. പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് മാറ്റമില്ല. എൻ്റെ ഫുൾ ബാക്സ് കറക്റ്റാണ് ഗൈസ്. എനിക്ക് ഫുൾ ബാക്സ് കറക്റ്റാണ്. ഇനി എനിക്ക് മാറ്റേണ്ട കാര്യമില്ല ഫുൾ ബാക്സിൻ്റെ കാര്യത്തിൽ. ഞാനിനി ഒന്ന് നോക്കട്ടെ. ഞാനിന്ന് ഡെയിലി ക്വസ്റ്റൊക്കെ കംപ്ലീറ്റ് ചെയ്ത്. എനിക്ക് അല്ലേ കംപ്ലീറ്റ് ചെയ്യില്ല, ഒരെണ്ണം കൂടെ ഇട്ട് അത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം ഗൈസ്. അപ്പോൾ 1 minute. ഓക്കെ, സെറ്റിങ്സിൽ എനിക്ക് കുറച്ച് പരിപാടി ഉണ്ട്. ഞാനപ്പോൾ വിളിക്കണം. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ വാസസ് അറ്റാക്കിൽ കയറുകയാണ്. നമ്മൾ വാസസ് അറ്റാക്കാണ് കളിക്കുന്നത്. ഞാൻ ഹെഡ് കുറേ നേരം കളിച്ച് മടുത്തു ഗൈസ്. അപ്പോൾ എനിക്ക് എന്തായാലും വാസസ് അറ്റാക്ക് അടിച്ചാൽ പിന്നെ 7 ദിവസം കൂടെ ഉള്ളൂ ഇനി എൻ്റെ ആവാൻ സീസൺ. അതുകൊണ്ട് ഞാൻ എന്തായാലും വാസസ് അറ്റാക്ക് 2 അല്ല വേൾഡ് ക്ലാസ് 2 എത്തിക്കട്ടെ അപ്പോൾ നമുക്ക് കളി സ്റ്റാർട്ട് ചെയ്യാം. ഒരു പാടില്ലാത്തൊരു ഈസി ഒപ്പോണൻറ്റിനെ തന്നെ പ്ലീസ്. ഗൈസ്, അപ്പോൾ നോക്കാം. ഗൈസ്, അപ്പോൾ അവനാണ് എന്നെക്കാട്ടും ഫാൻസ് ഉള്ളത്. ബട്ട് അവനെക്കാട്ടും ടീം റേറ്റിംഗ് ഉള്ളതായിരിക്കാം. ഇതാണ് എൻ്റെ ടീം, സെറ്റ് ടീമാണ് ഗൈസ്. ആൻഡ് അവൻ്റെ കുഴപ്പമില്ല, ഐ ലൈക്ക് ദാറ്റ്. സെൻറ്റർ മിഡൊക്കെ സെറ്റ് ഗൈസ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. വാൻ പെഴ്സി, യെസ്. ഓ, ആ ഫസ്റ്റ് ടച്ച് തന്നെ പോയി. ഓ വാൻ, ഇതാ ഗൈസ് എനിക്ക് വിനീഷ്യസിനെ മാറ്റണമെന്ന് പറഞ്ഞേ. ഓ, അവൻ്റെ കീപ്പറും ഗോൾ കീപ്പറാ. അല്ല എന്താ ഗോൾ കീപ്പർ തന്നെ, എന്താ കോവല, സോറി. ഞാൻ എന്താ അവൻ്റെ കീപ്പർ ഗോൾ കീപ്പറാന്ന് പറഞ്ഞേ. ഗൈസ്, അപ്പോൾ നമുക്ക് പോവാം. അല്ല അടിക്കാം. ഓ ഗൈസ്, അത് പോയി. ഓ, 2 ഗോള്. വാൻ പെഴ്സി. ഓ, മേത്തുണ്ട് ഗൈസ്, കുഴപ്പമില്ല. ഓ ഗൈസ്, ഈ വീഡിയോ എന്താന്ന് റെക്കോർഡ് ചെയ്യുമ്പോൾ കുറച്ച് ലാഗാണ് ഗൈസ്, അതാ പ്രശ്നം. കണ്ട അല്ലെങ്കിൽ ഭയങ്കര സ്മൂത്താണ് ഗൈസ് ഈ ഫോണിൽ. ആൻഡ് യെസ് ലിസറാസ്, എനിക്ക് തോക്കാൻ ചാൻസ് ഉണ്ട് കേട്ടയിൽ. അല്ല ഡ്രോ അടിച്ചാലും മതി. യെസ്, വാൻ പെഴ്സി പിന്നെ ഷൂട്ട് സെറ്റല്ലേ. യെസ്, ഈസ് പെർഫെക്റ്റ്. ആൻഡ് ഗൈസ്, ഈ മെസ്സേജ് യെസ് അപ്പോൾ അവന്മാരടിക്കലും. യെസ്, ഓ ഗൈസ്, അവന്മാരടിച്ച്. ഇവന്മാരെ ഗൈസിന് എന്തായാലും ഒരു കളിയും കൂടെ കളിച്ചിട്ട് വരാം. ഒരിൻ്റെ നമുക്ക് ഈ സെറ്റിങ് സ്മോക്ക് കിട്ടുമോ? സ്മോക്ക്
കിട്ടിയില്ല നമുക്ക് ഗൈസ്. ഇത് തന്നെ ഇടുക, കുഴപ്പമില്ല. വേണ്ട, അത് വേണ്ട, അത് എനിക്ക് അത്രയും വേണ്ട. വേണ്ട, ഇത് വേണ്ട. സ്മോക്കിൻ്റെ എന്താ വേണ്ട? സ്മോക്ക് നമുക്ക് രാവിലെ എടുക്കാം. രാവിലെ ആകുമ്പോൾ നമുക്കൊരു മോർണിംഗ് ആകുമ്പോൾ ഒരു ഫ്രഷ്നെസ്സാണ് ഗൈസ്. അപ്പോൾ നമ്മൾ കളിക്കാം. നോക്കട്ടെ ഒപ്പോണൻ്റ് ആരാന്ന്. അവൻ എന്നെക്കാട്ട് ഫാൻസ് കുറവാ. പിന്നെ ടീം റേറ്റിംഗ് ഒക്കെ ഒന്നാ. റയൽ മാഡ്രിഡ് ആളോ? ഗൈസ്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് ഞാൻ ഒരു പ്യൂർ റയൽ മാഡ്രിഡ്. ആർസണലിലെ ടീം ക്വസ്റ്റ് അല്ല, ഹോം കിറ്റ് മാറ്റാൻ മറന്നു ഗൈസ്. അതാ. പക്ഷേ എനിക്ക് ആർസണലാട്ടെ എനിക്കിഷ്ടം. ആർസണൽ, ബാർസലോണ, AC മിലാൻ അവർക്ക് എനിക്കിഷ്ടം. അല്ല പറഞ്ഞിക്കണ്ട. ഇപ്പോൾ നമുക്ക് കളി തുടങ്ങാം ഗൈസ്. അപ്പോൾ നമ്മൾ വാൻ പെഴ്സി. പിന്നെ കറക്റ്റല്ല ഗൈസ് ഈ എന്താ ആർസണലിൻ്റെ ഒരു ലോജിക്കൽ ആൾക്കാർ കറക്റ്റാണ് കുറേ, പക്ഷെ കുറേ കറക്റ്റും അല്ല. കുറേ എനിക്ക് റയൽ മാഡ്രിഡ് ഉണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ ഗൈസ്. ഇത് ഞാൻ തോക്കാൻ ചാൻസ് ഉണ്ട്. എനിക്കിത് ഭയങ്കര ലാഗ് ഗൈസ്. പിന്നെ എനിക്ക് ഇത് കിട്ടില്ല. എനിക്ക് ഭയങ്കര പണിയാണ്. പിന്നെ വിനീൻ്റെ അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഒരു പേസെങ്കിലും ഉണ്ട് അത്യാവശ്യം. അതും ഇല്ലെങ്കിൽ ഞാൻ എന്തായാലും കളയാൻ നോക്കിയേനെ. യെസ്, കക്കയുടെ ലോങ് ഷോട്ട്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. ലോങ് ഷോട്ട്സ് സെറ്റാണ് കക്കേൻ്റെ ഗൈസ്. ഇവൻ ഒരു പണിയാണല്ലോടാ നമ്മുടെ ഒപ്പോണൻറ്റ്. ഇവൻ ഗോളടിച്ച് തീർക്കുക. എൻ്റെ അമ്മ ഇത് ഗോളാവില്ലേ? അയ്യോ അല്ല, എൻ്റെ ഗോളാണോ? സോറി, അവൻ്റെ ഗോളാവില്ലെന്നാ. നല്ല ഗോളായിരുന്നേട്ടാ. ഇത് ഹെറേറേൻ്റെ ഇടയ്ക്കൊരു പാസിങ്ങിൻ്റെ ഒരു പ്രശ്നമുണ്ട്, ഇഷ്യൂ ഗൈസ്. നമ്മൾ തോക്കാറാകുമ്പോടാ ഞാനെന്താ പൊട്ടക്കളി വെറുതെ കളിക്കും, എന്തിനാന്തോ ഗൈസ്. അപ്പോൾ നമ്മൾ തോറ്റിരിക്കുന്നു. അല്ല, തോക്കാറായില്ല, എന്നാലും നമ്മൾ എന്തായാലും ഉറപ്പിക്കും തോക്കുമെന്ന് ഗൈസ്. എന്താ ഗൈസ്, ഇത് ഭയങ്കര ലാഗാണ് ഗൈസ്. നമ്മൾ തോറ്റിരിക്കുന്നു ഗൈസ്. പക്ഷേ ഇത് വലിയ കഷ്ടമുള്ള. എനിക്കൊന്ന് നെറ്റ് ഇഷ്യൂ തന്നെ ഇരിക്കോട്ടാ. നമുക്ക് ഹെഡ് കളിയാം കുറച്ച് നേരം. കുറച്ചല്ല, ഒരു കളി. ഇതിലും എനിക്ക് ഇതെത്താമല്ലോ ഇപ്പോൾ ഗൈസ്. അപ്പോൾ നമുക്ക് ഇന്ന് ഹെഡുമായിട്ട് നമുക്ക് വേൾഡ് ക്ലാസ് 2 എത്താം ഗൈസ്. അറ്റാക്ക് കുറച്ച് കുറവാണ്, മിഡ്ഫീൽഡർ കറക്റ്റാണ്. പിന്നെ ഡിഫൻസ് ഞാൻ കാണാൻ പറ്റിയില്ല, കുഴപ്പമില്ല. സ്ട്രൈക്കർ, എനിക്ക് സ്ട്രൈക്കർ ഇഷ്ടമായി രാഹുൽ. പക്ഷെ എൻ്റെ കയ്യിൽ വാൻ പേഴ്സി ഉണ്ട്, എൻ്റെ ആർസണൽ ലെജൻഡ് ഗൈസ്. നമുക്ക് ഗോൾ അടിക്കാൻ പറ്റുമോ? ഇത് ടിക്കിട്ടാക്കിയാണ് ഗൈസ്. ഞാൻ നിർത്തി. എനിക്ക് ടിക്കിട്ടാക്ക ഒട്ടും ഇഷ്ടമല്ല. എനിക്ക് റഷ് ചെയ്യാൻ ഇഷ്ടം ഗൈസ്. റഷ് എന്ന് വെച്ചാൽ ഗോൾ കീപ്പർ റഷല്ല എന്നുവെച്ചാൽ എനിക്ക് അത്ര റഷ് ചെയ്യാൻ ഇഷ്ടമല്ല. ചെറുതായെങ്കിലും ബസ് ഇടും ഗൈസ്. ലാഗടിച്ച് ഇതെന്താ ഗൈസ്, ഇവിടെ മാത്രം ലാഗടി പ്രശ്നം ഗൈസ്. ഇത് ഭയങ്കര വലിയ പ്രശ്നമാണ് ഗൈസ്, വലിയ പ്രശ്നമാണ്. ഇതെനിക്ക് ഭയങ്കര പ്രശ്നം കളിക്കാൻ. ഇതെനിക്ക് എന്തായാലും കളഞ്ഞേ തരൂ. ഇതെന്താണെന്നറിയില്ല ഗൈസ്, എന്താ പെട്ടെന്നൊരു ലാഗടിയിൽ വരാം, കളിക്കാൻ പറ്റില്ല. എന്തായാലും ബോൾ കിട്ടി ഗൈസ്. യെസ്, നമുക്കൊന്ന് ജയിച്ചാൽ മതി. യെസ്, വിനി കിങ്ങിനെ ഫൗൾ ചെയ്ത് ഗൈസ്. അതെന്ത് കഷ്ടം, അതൊരു നല്ല കാര്യമല്ല ഗൈസ്. വീണ്ടും ലാഗ് അടിക്കലല്ലേ.
ഗായ്സ് ഇതെന്ത് ഗായ്സ് ലാഗടി. അല്ല അതിനെ ഗായ്സ് നമ്മുടെ അടുത്ത് കളിക്കുമ്പോൾ പിന്നെ ഒന്ന് ഗോൾ അടിക്കാൻ കിട്ടിയാൽ മതി. എന്താന്നറിയില്ല, ലാഗടിയാ ഭയങ്കര. വീടിൻ്റെ അവിടെ ഇത്രയും ലാഗടിക്കണ്ട. ആ ഫോളൊന്നും ഉണ്ടല്ലോ. അയ്യോ ഫോളോ കുറച്ച് പണി കിട്ടിയല്ലോ. അവർക്ക് ഫോളോ കിട്ടി. ഗായ്സ് ഞാനൊരു പൊട്ടത്തരം കാണിച്ചു. ഞാൻ കുളിസസിനെ കൊടുത്ത ഗൈസ് റിയോ ഫെർഡിനാൻഡിന് എങ്ങനെ കിട്ടിയെന്നാ. ഹലോ ഗൈസ്, ഞാൻ ഇപ്പോൾ വിളിക്കാം ഗൈസ്. നമുക്കൊരു കാര്യമുണ്ട് ഗൈസ്. ഈസ് റഷിങ്. പോയി ഗൈസ്. അയ്യോ പോയി. ഹലോ ഗൈസ്, നമുക്കല്ലേ ഈ വീഡിയോ എടുക്കുമ്പോൾ ഈ മാച്ച് കളിക്കാൻ കുറച്ച് പണിയാണ്. അത് പ്രത്യേകിച്ച് ഹെഡ് വെഡ്. അതുകൊണ്ടാണ് എനിക്ക് ഹെഡ് വെഡിൻ്റെ ഈ വിഷ്വൽസൊന്നും എനിക്ക് കാണിക്കാൻ പറ്റാത്തത്. ആ ടൈമിന് എനിക്ക് ഡ്രോ അടിക്കാൻ പറ്റി. അതുകൊണ്ട് ഭയം ഗൈസ്. ഇനി ഒരു കളിയും കൂടെ കളിക്കേണ്ടി വരും. ഞാൻ ഈ എന്താണ് ഹെഡ് വെഡ് ഇപ്പോൾ കളിക്കാനുള്ള ഗൈസ്. ഞാനിപ്പോൾ എന്തായാലും അറ്റാക്ക് തന്നെ കളിക്കാമെന്ന് കരുതി. പക്ഷേ എനിക്ക് ഹെഡ് വെഡ് കൂട്ടണം ഗൈസ്. ബട്ട് അറ്റാക്ക് തന്നെ കൂട്ടാം. അതുകൊണ്ട് ഞാൻ വിളിക്കാം ഗൈസ് ഇപ്പോൾ. ഹലോ ഗൈസ്, അപ്പോൾ എല്ലാം കുറേ നേരത്തേക്ക് ശേഷം ഞാൻ ഇപ്പോൾ കളി കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. ഭയങ്കര പാടാണ് ഗൈസ്, ഭയങ്കര പാട്. ഞാൻ കളിച്ചത് ഇത്ര എത്തി. ഞാൻ നേരത്തെ എത്ര ഉണ്ടായിരുന്നറിയാമല്ലോ. ഞാൻ അത്രയും കളിച്ചില്ല. വയ്യ ഗൈസ്, വയ്യ. ഇത് കിട്ടിയാ താങ്ക് യു. ആൻഡ് സ്റ്റാൻഡർ പാക്ക് ഉണ്ട്. ഈ സ്റ്റാൻഡർ പാക്ക് കിട്ടിയാലോ. ആദ്യം വീക്കിൽ പിടിക്കാം. നല്ല ആൾ തന്നെ. പ്ലീസ് ഗൈസ് എല്ലാം പോയി. റിക്കാർഡോ കാക്ക ആൻഡ് ഹാരി മാക്വയ. അയ്യോ ഇത് ഞാൻ കുറേ ഇന്നെ തീർത്ത് തന്നില്ലല്ലോ. ശരിയാ, ഞാൻ എനിക്ക് ഇത് തീർക്കണമല്ലോ ഗൈസ്. അപ്പോൾ നമുക്കൊന്ന് ബാക്ക് എടുത്ത് കളിച്ച് ഞാൻ കുറേ കളിച്ചിട്ടോ. ഞാൻ സത്യം പറയാം. ഞാൻ സ്റ്റാർ പാസ് നോക്കട്ടെ. മേടിച്ചിട്ടൊന്നുമില്ലട്ടാ, നോക്കണ്ട. സ്റ്റാർ പാസ്. ഷാർട്സ് കിട്ടി. വേറെ വല്ലത് ഷോർട്സ് അല്ലാതെ വേറൊന്നുമില്ല. ഓക്കെ, എനിക്ക് ഇതിലായിട്ട് മര്യാദ ടോട്ടി പ്ലെയേഴ്സ് ഇട്ടട്ടാ ഗൈസ്. ലാഗ് വേറെ എന്ത് ചെയ്യണമെന്നോ എഴുതിയിരിക്കണം ഗൈസ്. നമുക്ക് ഇവിടെ കഴിഞ്ഞാലാ നമുക്ക് ചാലഞ്ചോട് നോക്കട്ടെ. ഗൈസ് ചാലഞ്ചോട് കംപ്ലീറ്റ് ചെയ്യണ്ട കേട്ടോ ഗൈസ്. ചാലഞ്ച് മോഡ് ഗൈസ്. വീക്കെൻഡ് കഴിഞ്ഞ് ഞാൻ ഡെയിലി ചാലഞ്ചിൻ്റെ കാര്യം വന്നിട്ടാ ഗൈസ്. ഞാനില്ലേ ഈ ഡെയിലി ചാലഞ്ചിൽ നിന്ന് തന്നെ എനിക്ക് ഒരു 97 ഒരു 93 വെറുതെ കിട്ടി. അതെനിക്ക് നല്ല ഇഷ്ടമായി. അതുകൊണ്ട് ഞാനിതെല്ലാം കംപ്ലീറ്റ് ചെയ്യും. പിന്നെ ടോട്ടിയുടെ ക്വസ്റ്റിൽ ഇതുണ്ട്. അതുകൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല, നല്ല കാര്യം. അപ്പോൾ ഗൈസ് നിങ്ങൾ പറഞ്ഞാലേ ഞാൻ റയൽ മാഡ്രിഡ് ഫാൻ ആവണമല്ലോ. ഷോർലി ബ്രോ, എനിക്ക് റയൽ മാഡ്രിഡ് ഫാൻ. ഞാൻ ആ ടൈമിന് ഞാൻ 100% ഞാൻ അങ്ങനെ പറഞ്ഞത്. ബട്ട്
ഞാനത് റിയലി അത് നടക്കുമെന്ന് ഒബ്ലാക്കും കൊണ്ടും അറിയില്ലായിരുന്നു ഗൈസ്. അതെനിക്ക് ഒട്ടും അറിയില്ലായിരുന്നു. ആൻഡ് ഫസ്റ്റ് കഴിഞ്ഞ് ഇനി സെമിയിൽ നോക്കട്ടെ. പിന്നെ എനിക്ക് റയൽ അത്ര ഇഷ്ടമല്ല. ഞാനൊരു ബാഴ്സ ഫാനായതുകൊണ്ട് ഞാൻ ഒരിക്കലും റൈവലറിനെ സപ്പോർട്ട് ചെയ്തിട്ടില്ല സത്യം പറയാം. ഞാൻ എന്താ ലിവർപൂളിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കുറച്ച് നാൾ മുമ്പ്. അപ്പം ഞാൻ ചെൽസീനെ ഇതുവരെയായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇത് കഴിഞ്ഞ് നമുക്ക് വാൻ പേഴ്സിനെ കൊണ്ട് ഗോൾസ് അടിക്കാം. ഗോൾസ് വാൻ പേഴ്സി. ഇതൊക്കെ ചെയ്തിട്ട് എന്ത് കാര്യം? നടക്കണ്ട ഈ ഫ്രീ കിക്ക്. ഒരാള് എന്തായിരുന്നു ഡിഫെൻഡ് ചെയ്യാൻ വരും. ഇതെന്താ പ്ലസ്സൊക്കെ വിളിച്ചായിരിക്കും. ഗൈസ് ആർസനൽ വേഴ്സസ് ഡോർട്ട്മണ്ട്. കക്ക് 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 യെസ്, റോബിൻ വാൻ പേഴ്സി. നല്ലൊരു ലോങ് ഷോട്ടായിരുന്നു. ലോങ് ഷോട്ടല്ല, ഒരു നല്ല ഗൈസ്. ഞാൻ എന്തൊക്കെ കയറണ ഗൈസ് ഞാൻ അറിയാതെ പെട്ടെന്ന് എന്തോ ഒരു നെക്കിൽ പോയതാ. പിന്നെ വീക്കെൻഡ് ചാലഞ്ച് ആരാ തീർത്തെന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കണത്? അത് ചെയ്തത് എൻ്റെ കസിൻ അനിയൻ. അവൻ ഇവിടെ ലാൻഡ് ചെയ്തായിരുന്നു. അതുകൊണ്ട് ഇന്ന് ഇതടിച്ച് കോർണർ കിക്ക് ഗൈസ് ക്ലിച്ചടിച്ചോ? ഗൈസ് ലാഗ് അടിച്ച. വാട്ട്? ഞാനൊന്നും ചെയ്തില്ല ഗൈസ്. ഞാൻ അടിച്ച്. ഞാൻ പറഞ്ഞില്ലായിരുന്നില്ല ഫസ്റ്റ് വീഡിയോയിൽ ഈസ് ദ ഗോൾ സ്കോറിംഗ് മെഷീൻ. ഞാൻ കാണിച്ചത് അയാളുടെ റിയോ ഫെർണാൻഡോ ഗോൾസ് എങ്ങനെ അടിക്കണത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായതാ ആ കാര്യം. സെൻട്രൽ ബാക്കിനെ കൊണ്ട് ഇങ്ങനെ ഞാൻ ഹെഡ് ടു ഹെഡിലും പലോട്ടം അടിച്ചിട്ടുണ്ട് ഞാൻ ഗൈസ്. എന്തേ ഗൈസ് പോയി. ഗൈസ് ഇപ്പോൾ ഒരു ഗോൾ അടിച്ചു തരാം. സ്റ്റെപ്പ് ഓവർ ലൈക്ക് ദിസ് ഗൈസ്, ലൈക്ക് ദിസ്. എനിക്ക് ഈ 4 റാങ്ക് ആക്കണം. ബട്ട് ഞാൻ ആ ടൈമിന് വാൻ പേഴ്സിൻ്റെ ടൈമിലൊക്കെ ആയിരുന്നു. അല്ല, വാൻ പേഴ്സിൻ്റെ ഒരു ഫാനായി. അല്ല, വാൻ പേഴ്സിന് കിട്ടിയതിനൊരു എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ ആ 4 റാങ്ക് ഞാൻ വാൻ പേഴ്സി കൊടുത്ത്. എനിക്ക് അത്യാവശ്യം മാഷാൻ ഉണ്ടായിരുന്നു ആ ടൈമിന്. എത്രയെന്ന് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത്? 7 മാഷാൻസ് ഉണ്ടായിരുന്നു ആ ടൈമിന്. ഞാൻ ആ ടൈമിനെന്താ ഈ ഗ്രൈൻഡിങ് കുറേ ഉണ്ടായിരുന്നില്ല നമ്മുടെ വിൻ്റർ വൈൽഡിൽ. അല്ല, വിൻ്റർ വണ്ടേഴ്സ്, സോറി. ഞാൻ പണ്ടത്തെ വിൻ്റർ വൈൽഡിൻ്റെ കാര്യം ഓർത്ത് ഇങ്ങനെ പറയണേ. അതൊക്കെ അതെ. നമുക്ക് ഒരെണ്ണം കൂടെ നമുക്ക് റിയോ ഫെർണാൻഡിന് ഒരു ചാൻസ് കൊടുക്കാം. ഇവന് ഹാട്രിക് അടിക്കാൻ പറ്റുമോ നോക്കട്ടെ. ഹാട്രിക്. ഗൈസ് അവിടെ നിന്ന് പോയി. ഗൈസ് ഇതടി ഒരു ഹാട്രിക് അടിക്കാൻ നോക്കുക ഒരു സെൻട്രൽ ബാക്കിന്. അതൊന്ന് കഷ്ടമാണ് ഗൈസ്. ഗൈസ് കിങ് ഓയോ ഗൈസ് ആ പൊളി. ഇത് കളി എഴുതാ ഗൈസ്. ഡോർട്ട്മണ്ടിൻ്റെ ഗോൾ കീപ്പർ നമ്മുടെ കയ്യിലാണ് ഗൈസ്. ഗൈസ് അപ്പോൾ കളി കഴിഞ്ഞ് ഇത് എനിക്ക് 2 വട്ടം അങ്ങനെ കിട്ടിയിട്ടുണ്ട്. വാക്കൗട്ട് കിട്ടിയിട്ടുണ്ട് എനിക്ക് പലവട്ടം. വാക്കൗട്ട് ഉണ്ടോ ഗൈസ്? ഇതെന്താ ഇപ്പോൾ ഞാൻ ഈ റെക്കോർഡ് ചെയ്യണ സമയത്ത് അത്ര ഇങ്ങനെ വാട്ട് ഗൈസ് വാട്ട്. ആൻഡ് എൻ്റെ കറണ്ട് കോയിൻസ് ഇപ്പോൾ ഇത്ര ഉണ്ട്.
അല്ല, പണ്ടൊക്കെ ഇത് ഭയങ്കര സാധനമായി. പണ്ടൊക്കെ ഇത് ബെസ്റ്റായിരുന്നു. ആൻഡ് ഇത് നല്ലതായിരുന്നു. ആൻഡ് ഇത് പൊളിയാ. എന്താ ബാക്ക് അടിച്ചേ? കസിനെ ഇങ്ങോട്ട് വന്നായിരുന്നു. അതാ നോക്കട്ടെ. നൈസ് റൊണാൾഡീനോ. ഒന്നുകൂടെ തന്നെ വേറെ. ഓ, എനിക്ക് ഞാൻ പാട്രിക് വിയറാൻ്റെ ഒരു ഫാനാണ്. അല്ല, ഞാൻ ആർസണൽ ഫാനായതുകൊണ്ട് അത്രയും. പാട്രിക് വിയർ ഇസ് എ ലെജൻഡ് ഓഫ് ദ ആർസണൽ. സത്യം ഗൈസ്. ഓ, മാൾഡീനി ഗൈസ്. ഒരു സെൻട്രൽ ബാക്കിന് തന്നെ 5 ബില്യൺ, അല്ല 5.5 ബില്യൺ ഗൈസ്. അതൊരു ഭയങ്കര ഒരു എക്സ്പെൻസീവ് ഗൈസ്. ഭയങ്കര എക്സ്പെൻസീവ് ഒരു സെൻട്രൽ ബാക്കിനാണ്. പിന്നെ ഗോൾ കീപ്പർ എനിക്ക് യാഷിന് കിട്ടണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ബട്ട് എൻ്റെ കയ്യിൽ കോബലുള്ളതുകൊണ്ട് എനിക്ക് അത്ര ആഗ്രഹമില്ല. കോബലല്ലേ സെറ്റല്ലേ. ആൻഡ് അവിടെ ജോഹാൻ ക്രൈഫ് 5 സ്റ്റാർ ആണെന്ന് തോന്നുന്നു. 5 സ്റ്റാർ കോമ്പിനേഷൻ ആണോ അവിടെ? യെസ്, 5 സ്റ്റാർ കോമ്പിനേഷനാണ്. ജോഹാൻ ക്രൈഫ് സെറ്റല്ലേ? കറക്റ്റാണ്, സെറ്റാണ്. ആൻഡ് പേലെ നോക്കട്ടെ സ്റ്റാർസ്. ഓ, 4 സ്റ്റാർ വീക്ക് ഫുഡ്. അതൊക്കെ എന്തൊരു ലെജൻഡിനൊക്കെ കൂട്ടിക്കൊടുക്കാടെ. വാട്ട്? ഞാനൊരു പുതിയ മിഡ്ഫീൽഡർ നോക്കട്ടെ. നിങ്ങൾ സജസ്റ്റ് ചെയ്യണം എനിക്കൊരു നല്ലൊരു മിഡ്ഫീൽഡറിനെ ഓർ സെൻറ്റർ ബാക്ക്. എന്നാൽ മിഡ്ഫീൽഡറിന് ഉദ്ദേശിച്ചത് ഒരു സെൻറ്റർ മിഡിനോ അല്ലെങ്കിൽ ഒരു സെൻറ്റർ ബാക്കിനെ കേട്ടാ. സെൻറ്റർ മിഡ് നോക്കുകയാണ് എനിക്ക് മേടിക്കാൻ പറ്റിയത്. ഷോയിൻസ്റ്റാഗിന് വില കൂടിയല്ലേ? ഓക്കെ, എനിക്ക് ഇവനെ മേടിക്കാം. വേണം, അല്ലെങ്കിൽ എനിക്ക് ഗുട്ടീനെ അടിക്കാം. ഗുട്ടീനെ എന്തായാലും എനിക്ക് അടിക്കാം, ഉറപ്പാണ്. എനിക്ക് ഇത്രയും ചിലപ്പോൾ എനിക്ക് മേടിക്കാൻ പറ്റും. മേടിക്കെങ്കിൽ മേടിക്കാം. ആൻഡ് പിന്നെ എനിക്ക് സെൻട്രൽ ഓയോ സോറി യെസ്, ഈ ഹെറേനെ ഇത്രേനെ മേടിച്ചിട്ട് ഇത്രേനെ വെക്കുമ്പോൾ ഗൈസ് അത് ലാഭമെന്ന് എനിക്ക് ഒട്ടും തോന്നുന്നില്ല ഗൈസ്. വേണ്ട, നമുക്ക് സെൻട്രൽ ബാക്കോ. ഓ ഗൈസ്, എനിക്ക് ലെഫ്റ്റ് വിങ് നോക്കണമുണ്ട്. ലെഫ്റ്റ് വിങ്ങും കൂടെ നിങ്ങൾ സജസ്റ്റ് ചെയ്യണം. ആൻഡ് സെൻട്രൽ ബാക്ക് നമുക്ക് മേടിക്കാൻ പറ്റിയത് അങ്ങനെ ഇല്ലല്ലോ. സെൻട്രൽ ബാക്ക് സോ എക്സ്പെൻസീവ്. അല്ല, അത്രയില്ല. ഇവനൊക്കെ നമുക്ക് അടിക്കാം. ലൈക്ക് ഹിം, ഇവനൊക്കെ അടിക്കാം. പിന്നെ മറ്റേ നമ്മളെ പണ്ടത്തെ ഒരു സെൻട്രൽ ബാക്ക് ഉണ്ടായതല്ല, ഇവൻ അൺട്രബിൾ കേട്ടോ. ആൻഡ് ഇവൻ്റെ ഇത്രേൻ്റെ റാങ്കുള്ള ഇത് മേടിച്ചിട്ട് ഇത്രയ്ക്ക് വെക്കുമ്പോൾ ഗൈസ് അതൊരു പ്രോഫിറ്റായി എനിക്ക് തോന്നുന്നില്ല ഗൈസ്. ഒരു പ്രോഫിറ്റെങ്കിലും വേണ്ട നമുക്ക് ചെറിയ ഗൈസ്. ഇതെനിക്ക് പ്രോഫിറ്റായി തോന്നുന്നില്ല, അതുകൊണ്ട് മേടിക്കണ്ട. ആൻഡ് വേറെ ഗൈസ് എനിക്ക് ലൂസിയോനൊക്കെ നമ്മൾ എങ്ങനെ വിടാനാണ് ഗൈസ്? എനിക്ക് ലൂസിയോൻ്റെ ഒരു ഫാനാണ്. പിന്നെ ലെഫ്റ്റ് വിങ് നോക്കുവാണെങ്കിൽ നമുക്ക് നോക്കാട്ടെ. ലെഫ്റ്റ് വിങ് നോക്കുവാണെങ്കിൽ ഹെൻറി പറ്റില്ല. അയ്യോ, 104 എങ്കിലും വേണം മിനിമം. 104 എങ്കിലും വേണം. നമുക്ക് ഇവനെ അടിക്കാട്ടെ, ജോർഡൻ്റെ എത്ര റാങ്ക? ഇത്ര മേടിക്കാം, ഇത്ര മേടിക്കാം. ലെഫ്റ്റ് വിങ് അടിക്കാൻ നമുക്ക് ലെഫ്റ്റ് വിങ് വേണ്ട, അതൊരു ഭയങ്കര ഇതാണ്.
ഒരു 1+ കൂട്ടിയതൊരു ഇതാവില്ല. പിന്നെ മിഡ്ഫീൽഡർ തന്നെ ഒരു ബെസ്റ്റ് ചോയ്സ്. പിന്നെ ട്രേഡബിളും ഇല്ലേ, അതുകൊണ്ട് എപ്പോഴും വിൽക്കാം പൈസ. അപ്പോൾ നമുക്ക് മിഡ്ഫീൽഡറിന് മേടിക്കാം. നമ്മുടെ കയ്യിൽ ഇപ്പോൾ എത്ര ഉണ്ട്? നമുക്കൊരു 60 മേടിക്കാം. നമുക്ക് 59 കൊടുക്കാം. ഗുട്ടി, എനിക്ക് ഗുട്ടിയുടെ സ്റ്റാറ്റ്സ് ആയിട്ടല്ല, എനിക്കൊരു OVRൻ്റെ ഇതായിട്ടാണ്. പിന്നെ എന്തായിരുന്നു ഹെറേറേൻ്റെ സ്കിൽ മൂവ് ഇതായതുകൊണ്ട് എനിക്ക് ഈ പ്രശ്നമില്ല. 4 സ്റ്റാർ സ്കിൽ മൂവ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഇവനൊക്കെ. 4 സ്റ്റാർ ഉണ്ട്. അപ്പം എനിക്ക് കുഴപ്പമില്ല, കുട്ടി കുഴപ്പമില്ല. ആൻഡ് സ്കൂൾസ് നോക്കുവാണെങ്കിൽ എനിക്ക് സ്കൂൾസിൻ്റെ ഈ റാങ്ക് എനിക്ക് ഇതുപോലും ഭയങ്കര പ്രശ്നമാണ് മേടിക്കാൻ. പക്ഷേ സ്കൂൾസിൻ്റെ സ്റ്റാറ്റ്സ് ഗൈസ് 4 സ്റ്റാർ കോമ്പിനേഷൻ ഗൈസ്. സ്കൂൾസ് തെറ്റാട്ടാ, സ്കൂൾസ് തെറ്റാ. എനിക്കൊന്ന് സെൻട്രൽ ബാക്കിൻ്റെ മേടിക്കേണ്ട കാര്യമില്ല. മേടിച്ച പണി കിട്ടുമെന്ന് കരുതി ഞാൻ സെൻട്രൽ മിഡിന് പോയാൽ. സെൻട്രൽ മിഡ് ഒരു വാല്യുബിൾ ആയിട്ടുള്ള ഇതാണ്. കിട്ടണം, കിട്ടിയില്ലേ പണിയാ. കിട്ടും. ഓക്കെ, സെൻട്രൽ ബാക്കിനൊക്കെ ഒരു വാച്ച് ലിസ്റ്റ് വെക്കട്ടെ. ഏതൊക്കെ സെൻട്രൽ ബാക്സിനെ ഇന്നൊരു മിനിമം 104 എങ്കിലും വേണം. അല്ല, ഓവർ കൂട്ടാനായിട്ടാണ്. അതുകൊണ്ടാണ് ഇവൻ്റെ ഈ റാങ്കിന് അല്ല അത്ര ഉണ്ട്. എന്നാലും വാച്ച് ലിസ്റ്റ് ലെഫ്റ്റ് വിങ്ങായിട്ട് പുതിയ വന്നത് റിവാൾഡോ ഒക്കെയാണ്. റിവാൾഡോ എന്ന് 106 105 എപ്പോഴും സ്റ്റാറ്റ്സ് നോക്കണം. 3 സ്റ്റാർ ഗൈസ് നമുക്കിത് വേണ്ട ഗൈസ്, വേണ്ട. എനിക്ക് 3 സ്റ്റാർ കോമ്പിനേഷൻ ഇഷ്ടമല്ല. അപ്പോൾ ലെഫ്റ്റ് വിങ് നമുക്ക് കുറച്ച് ദിവസങ്ങൾ ഗൈസ്. നെയ്മർ ഗൈസ്, ഞാനൊരു നെയ്മർ ഫാനാണ്. അതിൻ്റെ കൂടെ ഒരു റൊണാൾഡോ ഫാൻ. നെയ്മേഴ്സ് എനിക്കറിയാം നെയ്മർ ഇപ്പോൾ സാൻഡോസിലെങ്ങോട്ടാ പോണ കാര്യം ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് തീരുമാനിച്ച കാര്യം എനിക്കൊന്നും അറിയില്ല കേട്ടോ, അതൊന്നും എനിക്കറിയില്ല തീരുമാനിച്ചിട്ടുണ്ടോയെന്ന്. കുട്ടീനെ കിട്ടാൻ വെയിറ്റിംഗ് ഇപ്പോൾ. ഞാൻ ഒന്ന് വന്നാതി കുട്ടി 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 ഇത് ഭയങ്കരമാണ് കേട്ടോ വെയിറ്റിംഗ്. ശബ്ദമില്ല എന്തോ പ്രശ്നം വന്നു. ഗൈസ്, അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ നിന്നത്തേക്ക് നമുക്ക് അവസാനിപ്പിക്കാം. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാവുന്നതാണ്. ഈ വീഡിയോയിൽ ഫുള്ളും ഞാൻ അറ്റാക്കും ഹെഡ്ഷോട്ടിൻ്റെ വീഡിയോസ് ഇട്ടേക്കണം. അതൊരു എൻ്റെ ടൈം വേസ്റ്റിംഗ് ആയിരുന്നു ഈ വീഡിയോ ചെയ്യുമ്പോൾ. ബട്ട് എനിക്ക് ഈ വീഡിയോ എനിക്ക് അത്രയും കൊള്ളൂലൊന്നുമില്ല. അല്ല, നിങ്ങൾക്ക് വേണ്ടിയാണ്. ബട്ട് എനിക്ക് ഈ വീഡിയോ എനിക്ക് ടൈം വേസ്റ്റ് ആയിപ്പോയി. കുറേ വിഷ്വൽസ് എനിക്ക് വേസ്റ്റ് ആയിപ്പോയി. ഒരു നല്ല വിഷ്വൽസ് ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ, ബട്ട് അത് പോയി. ആൻഡ് ഗൈസ്, നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ആൻഡ് ബൈ ഗൈസ്.